ഹലോ, നിങ്ങളെ വീട്ടിൽ തവളയുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റുവട്ടത്ത് തവളേൻ്റെ ശല്യമുണ്ടോ? അപ്പോൾ ഇത് ഞാൻ കുളിയും കഴിഞ്ഞ് മുകളിൽ തുണി ഇടാൻ വേണ്ടി പോകുമ്പോഴാണ് ഞാൻ കണ്ടത്. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു പാമ്പാന്ന് വിചാരിച്ചു. കാരണം ഇതൊരു പാമ്പിൻ്റെ ഏരിയ ആണല്ലോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള പാമ്പുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തവളയുണ്ട്. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പാമ്പാന്ന് വിചാരിച്ചു. അത്രയും വലുപ്പം ഉണ്ടായിരുന്നു. ഞാൻ പൊതുവേ ഞങ്ങൾ ആരും ഷൂ ഒന്നും താഴെ വെക്കാറില്ല. ഇത് താഴെ വീണപ്പോഴത്തേക്കും അവിടെ വെച്ചതായിരുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ സാധനം എടുത്തു. ഇത് മാത്രമേ രക്ഷയുള്ളൂ തവളയെ ഓടിക്കാനായിട്ട്. അപ്പോൾ ഉപ്പായിരുന്നു, അതിനായിട്ട് വെക്കുന്നതാണ്. ആ പാത്രത്തിൽ അതിനായിട്ട് വെച്ചതാണ് തവളയെ ഓടിക്കാനായിട്ട്. അതെടുത്ത് കുറച്ച് തവളേൻ്റെ മുകളിൽ ഇടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടത്ത് ഇടുകയാണെങ്കിൽ അത് പെട്ടെന്ന് പോയിക്കോളും തവള. അപ്പോൾ ഇത് ചെയ്യാൻ പാടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നമുക്ക് ശല്യമായി കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയും തവളകളാണ് ഇവിടെ. തവള വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിൻ്റെ പിന്നാലെ പാമ്പും വരും എന്നുള്ളൊരു പേടി കാരണം തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലായി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നമുക്ക് ഇടാൻ പറ്റുകയാണെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷനായിട്ട് പെട്ടെന്ന് തന്നെ തവള ഭയങ്കര ഫാസ്റ്റായിട്ട് അത് ഓടിപ്പോകും. ഓടിയിട്ട് ഒരുപാട് ദൂരമൊന്നും എത്തില്ല. അതെന്തായാലും അവിടെ അത് ചത്തുപോകും. അപ്പോൾ ചെയ്യുന്നത് ക്രൂരതയൊക്കെ ആയിരിക്കാം, പക്ഷെ നമുക്ക് ശല്യമായതുകൊണ്ടാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം സത്യം പറഞ്ഞ് ഞാൻ എത്രത്തോളം തവളയെ കൊന്നുപോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് അകത്തൊക്കെ കയറി കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, നമ്മൾ ചുമരിലൊക്കെ പറ്റിപ്പിടിക്കുന്ന തവളയൊക്കെ വരും. അപ്പോൾ ഇത് അവിടുന്ന് കുറച്ച് ദൂരേക്ക് ഓടിപ്പോയി അതിൻ്റെ മുകളിലേക്ക് ഉപ്പിട്ടതാണ് കാണുന്നത്. അപ്പോൾ ഇത് പിന്നെ എന്നതിന് ശേഷം റഹാൻ അതിൻ്റെ പിന്നാലെ പോയിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാർ തവളേനെ ഓടിക്കുന്നത്. അല്ലാതെ വേറെ വഴിയില്ല. നമ്മൾ അകത്തൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും തവള ശല്യം ഉണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും പോയി ചത്തുപോകും. എന്നാലും പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ചെയ്യുന്നത് ക്രൂരതയാണെന്നൊന്നും ആരും പറയില്ല. നമ്മളെ അവസ്ഥ കൊണ്ടാണ്. അത്രയും തവളകളാണ് ഇവിടെയൊക്കെ. ഇത് അങ്ങനത്തെ ഒരു സ്ഥലമായതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.